എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം, അതായത് ഈ ഒരു വെബ്സൈറ്റിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് റൗണ്ട് 2 അതുപോലെ തന്നെ ആയുഷ് ഓർ അലൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു PDF ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ആ ഒരു PDFിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് സീറ്റ് ടൈപ്പ് കാണാൻ സാധിക്കും. MG എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു, അതായത് ഏത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കിതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൻ്റെ ഈ ഒരു റൗണ്ട് 2 ആണിത്, അതായത് സെക്കൻഡ് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് കിട്ടിയിട്ടുള്ളത്, BUMS ആണോ, BAMS ആണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയ ശേഷം നിങ്ങൾ പിന്നീട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു ഹോം പേജിലേക്ക് പോവുകയും അതിനുശേഷം നിങ്ങൾക്കിവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക, ആക്സസ് കോഡ് നൽകുക. ആക്സസ് കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ആക്സസ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരും. അതായത് ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ആ ഒരു അക്കങ്ങൾ കാണാൻ സാധിക്കും, അതായത് നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ആക്സസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. പ്രൊഫൈലിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കും. എന്നിങ്ങനെ 2 ലിങ്കുകളാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡാറ്റ ഷീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എക്സ്ട്രാ കോപ്പി വീതം, അതായത് ഓരോ എക്സ്ട്രാ കോപ്പി വീതം നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഒരു കോപ്പി, അതായത് ഈ ഒരു 2 ഡാറ്റ ഷീറ്റിൻ്റെയും അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും ഓരോ കോപ്പി വീതം നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ടും പ്രിൻ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ ആ ഒരു റോൾ നമ്പർ, അതുപോലെ നിങ്ങളുടെ പേര്, ഏത് കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ സീറ്റ് ടൈപ്പ് ഏതാണ്, എത്ര രൂപയാണ് ഫീസ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, അതായത് എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് റൗണ്ട് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള പ്രവേശനം 2ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തലക്കെട്ട് കൊടുത്തത്, അതായത് ഹെഡിങ് കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2024 വർഷത്തെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോഴ്സൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 2ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഹോം പേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, അതുപോലെ ഫീസ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ എന്നിവ നിങ്ങളുടെ അലോട്ട്മെൻറ്റ്
അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് അടച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജിൽ 28/11/2024 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പ്രോസ്പെക്ടസ് ക്ലോസ് 11.A.1 പ്രകാരമുള്ള രേഖകളുമായി ഹാജരായി അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC, ST, OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവരും അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം, അതുപോലെ ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ മേൽ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ ആയുഷ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള പ്രകാരമുള്ള ഫീസ് മുഴുവനായിട്ട് അടയ്ക്കേണ്ടതും ഫീസ് ഇളവിന് അർഹത ഇല്ലാതെ ആയിരിക്കുന്നതും ആണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡാറ്റാ ഷീറ്റ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റാ ഷീറ്റ് കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 28/11/2024 വൈകുന്നേരം 4 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടണം. നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ ഹാജരായി പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യുന്നതാണ്. രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിശ്ചിത തീയതിക്കുള്ളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെയും സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലൂടെയോ മുൻ അലോട്ട്മെൻറ്റുകളിലൂടെയോ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അവരവർക്ക് ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റിയായി കണക്കാക്കുന്നതും തിരികെ നൽകുന്നതും അല്ല. കൂടാതെ ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.1 അതായത് 12.2.4 പ്രകാരം പിഴ ഈടാക്കുന്നതും ആണ്. അതുപോലെ രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി കൗൺസിലിംഗിന് ശേഷവും കോഴ്സുകളിൽ ഒഴിവുകൾ നിലനിൽക്കുന്ന പക്ഷം അവ മൂന്നാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ നികത്തുന്നതുമാണ്. രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം നേടാതിരിക്കുകയോ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിക്കുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളെ മൂന്നാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിനെ തുടർന്ന് അഡ്മിഷൻ നേടിയവരെയും മൂന്നാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അതായത് രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയവരും ഈ ഒരു മൂന്നാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഉത്തരവുകളും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 28-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് പെനാൽറ്റി ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.